സഹൃദയരെ, കലാസ്നേഹികളെ, തപസ്സിയേറ്റ് സ്വാഭിമാന പുരസ്സരം അവതരിപ്പിക്കുന്നു കൊസറാക്കൊള്ളി. നിങ്ങളെവരെയും ഞങ്ങൾ തളിപ്പറമ്പിനടുത്തുള്ള ഒരു കൊച്ചു ഉൾനാടൻ ഗ്രാമത്തിലേക്ക് ക്ഷണിക്കുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ നിത്യജീവിതത്തിൽ, മുൻകാല ഗ്രാമീണ ജീവിതത്തിൽ നിങ്ങൾക്ക് പരിചയമുള്ള, ഇന്നും നമുക്കിടയിൽ ജീവിക്കുന്ന ചിലരെ നിങ്ങളിവിടെ കണ്ടുമുട്ടിയേക്കാം. നിങ്ങളേവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു. കൊസറാക്കൊള്ളി. എനക്കിന്ന് തീരെ വരുന്നില്ലപ്പ. ഈ മുച്ചനിന്ന് കക്കടി ഈ തേളിയാങ്കൾ കൊണ്ട് കൂടെ എന്നിരുന്നോ അന്ന് എനിക്ക് അതോ ഈ ഭാരതീര് ഉരുളുന്നില്ലപ്പ. നിന്റെ അണ്ണാ കരയുന്നു. കളിക്കുമ്പോ ഒരു കോമരം വന്നു കയറുന്നു. വെറുതെ അവന് ആരെ കോമരം. എടോ കളിച്ചു തുറക്കടോ. എനക്ക് പോയിട്ട് പൈന വെച്ചോട്ടാല്ല. എന്നാ കഴിച്ചു കെട്ടി വന്നിട്ട് പോരെ നിന്റെ ഈ വാരകളി. മാതോടെ പണിയെടുക്കേ. നീ പോടാ. മുരിപ്പിന്റെ നാവ് നോക്കറാ. പാപിനെ പോലത്തെ പാണ്ടാരം. നീ പോടാ മാതോട. നിന്റെ നാവ് മാതോടെ പറഞ്ഞില്ല. മുച്ചൻ രണ്ടിട്ട് പോച്ചേ നമുക്ക് അല്ല നിങ്ങൾ അറിഞ്ഞ പുല്ലാഞ്ഞിത്തറയിൽ ഒരു മഹർഷി. അല്ലപ്പ ഒരു സന്യാസി. അല്ല മന്ദാരം ഒരു സ്വാമി. സ്വാമി പോലും അല്ലേലും ഞാൻ പറഞ്ഞ ആർക്കും വിശ്വാസാവും. ഇന്ന് വേറെ ന്യൂസ് ഒന്നും കിട്ടിയില്ലേ നാരദിന്? അങ്ങാണ് ഞാൻ പിന്നാക്കിന് പോയപ്പോ ആൾക്കാരെല്ലാം പറയുന്നത് കേട്ടോ. എടാ പുല്ലാഞ്ഞിത്തറയിൽ പൂത്തിയില്ലോ പോവാ. അതൊന്നും എനക്കറിയില്ല. സ്വാമിനെ ആദ്യം കണ്ടത് പുല്ലരിയാൻ പോയ പെണ്ണുങ്ങളാണ്. പുല്ലരിയാൻ പോയ പെണ്ണുങ്ങള് അതിന്റെ മക്കിടി. സത്യമായിട്ടും സ്വാമി ഉണ്ടതാരതാ? അതൊന്നും എനക്കറിയില്ല. നാട്ടുകാര് പറഞ്ഞിട്ട് ഞാനറിയൂ. എടോ ഈ പുല്ലാഞ്ഞിത്തറയില് പായ്ച്ചു കളിക്കുന്ന സർപ്പുണ്ട് പറയുന്നത്. ആള് പോയിട്ട് ഒരു ഉറുമ്പി പോലും അങ്ങോട്ടേക്ക് കേറൂല. ഈ പുല്ലാഞ്ഞിത്തറ ഉണ്ടല്ല, പണ്ട് വലിയൊരു കാവായിരുന്നു പോലും. അങ്ങനെയാ നാട്ടുകാര് പറഞ്ഞു. ഈ നാരദന് കിട്ടാതെ ന്യൂസ് ഒന്നും ഭൂമിയിൽ ഉണ്ടാവില്ല. വെറുതെ അല്ല ഇവനെ നാരദന്ന് വിളിക്കുന്നത്. സ്വാമി എങ്ങാനാണ് ഇല്ലെങ്കിൽ പിന്നെ നാരദ നിന്നെ എടുക്കുന്ന പണി കണ്ടോ. അല്ല നമ്മ മാത്രം പോയാ മതിയാ. എന്താ പേടിയില്ല? അതല്ല, പോന്നത് പുല്ലാഞ്ഞിത്തറയിലേക്കല്ലേ ആള് കൂടുന്നതാണ് ഒരു കണക്ക് നല്ലത്.
ശരിയാ. പോകുമ്പം വല്ല പുല്ലാലിയങ്ങാമാഞ്ഞു വന്നാലോ? നിന്റെ നാവ് കണ്ടാല് ഇല്ലാതെ പാമ്പും പാതി വരും. അല്ല, നമുക്ക് തന്ത്രിനെ കൂട്ടിയാലോ? മതി, തന്ത്രിക്കിട്ടും മതി. ഞാൻ മനസ്സിലങ്ങനെ വിചാരിക്കുന്നു. അതിന് ഓരിപ്പാടെ ഉണ്ടാവുക. പിന്നെ കൂട്ടിക്കോ. എന്നാ പിന്നെ കയ്യോടെ കൂട്ടിക്കോ. ഭർത്താനൊന്നും പറഞ്ഞ് നിക്കല്ല കേട്ടാ. ആരോട് അതിന് ബോധം ഉണ്ടാവുക. തനിയാ വരും. അറിയില്ല, പോയ നാരദനാ. വലിയ ഐതിഹ്യമുള്ള സ്ഥലാണ് ഈ പുല്ലാളിത്തറ. പണ്ട് എന്റെ അച്ഛപ്പൻ പറഞ്ഞ കഥ കേൾക്കണ നിങ്ങൾക്ക്. തട്ടിക്കോ തട്ടിക്കോ, തന്ത്രിക്കിട്ടോ വരുന്നവരെ തട്ടിക്കോ. എടോ, ഇത് നടന്ന കഥയാ. കഥ കേൾക്കാൻ അച്ഛപ്പന് പണ്ട് ഒരുപാട് പൈക്കളുണ്ടായിരുന്നു. രാവിലെ അച്ഛപ്പൻ പൈനിയും കൊണ്ട് നേരെ കല്ലുവളപ്പ് പോകും മേയ്ക്കാൻ. വൈകുന്നേരം തിരിച്ചും വരും. ഈ കല്ലുവളപ്പിന്റെ അടുത്താണല്ല പുല്ലാളിത്തറ. അങ്ങനെ ഒരു ദിവസം അച്ഛപ്പൻ പൈനിയും കൊണ്ട് ഇങ്ങനെ പോകുമ്പം ഈ പുല്ലാനിത്തറേന്റെ അടുത്തെത്തുമ്പോഴല്ല ഒരച്ച തിരിഞ്ഞു നോക്കുമ്പം എന്നാ കണ്ട കാഴ്ച? തെയ്യത്തിന്റെ മുതുകത്തെ പോലെ കരിനാടൻ. അച്ഛപ്പൻ പേടിച്ച് മറിച്ചുപോയി. ഈ കരിനാടനെ തീണ്ടിക്കൂടെ പോലും. കരിനാടൻ അച്ഛപ്പനോട്, നിന്നെ ഞാൻ പടയ്ക്ക് വിളിക്കുന്നു. നീ വന്നില്ലെങ്കിൽ ഇന്നേക്ക് 41-ാം നാൾ ഞാൻ നിന്റെ വീട്ടിൽ വന്നു കൊത്തും. അച്ഛപ്പൻ പടക്ക് സമ്മതിച്ചു. രാത്രി അച്ഛപ്പൻ ഉറക്കൂല. രാവിലെ അച്ഛപ്പൻ കൊല്ലംനാരായണന്റെ വീട്ടിൽ പോയി വലിയൊരു കത്യാളുണ്ടാക്കി നേരെ പോയി പുല്ലാനിത്തറയിലേക്ക്. അച്ഛപ്പനൊരു വിളി, എടാ കരിനാടാ, പാടാ പടയ്ക്ക്. വരുന്നതാ പടവ് കുടുക്കിയിട്ട് കരിനാട്. പടയോടും പട. അവസാനം അച്ഛപ്പനൊരൊറ്റ വിളി, എന്റെ മുത്തപ്പാന്ന് പറഞ്ഞൊരൊറ്റ കൊത്ത. ദാ കിടക്കുന്നു കരിനാടന്റെ തല. എന്റെ തേലിയാ കേളു, നിന്റെ അച്ഛപ്പൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടാ?
കയ്യോടെ കൂട്ടിട്ട് വന്നിട്ട് തന്ത്രി പുല്ലാനി തറയിലൊരു സാമി ഞാൻ അറിഞ്ഞു. എന്താ തന്ത്രം? നേരെ പോകരുത്. നേരെ പോകരുത്. നിവർന്നു പോകരുത്. നിവർന്നും ഇത് നല്ല പൂസിലാണ്. എടോ, സ്വാമിനെ കാണാൻ കാഴ്ചയായിട്ട് പോണം. തിരിഞ്ഞ ഈ തന്തിന്റെ തന്ത്രം ഇത് കള്ളിന്റെ പുറത്ത് പറയുന്ന ഞാൻ പറയുമ്പോ കുടിച്ചിട്ടാണ് പറയുന്നത് വിചാരിക്കും. ഇതേതാ ഒരു പൊതി? ഇത് ചോന്നരിച്ചാന്താ വീട്ടിലേക്ക് ചോന്നരിച്ചത്. ഇത് വല്ല കൂടോത്രം ചെയ്യാനുള്ള ചൂർണായിരിക്കുന്നത്. തന്ത്രിനെ കൊണ്ട് വേണ്ടാതീനം പറയിക്കും. തന്ത്രിനെ കൊണ്ട് വേണ്ടാതീനം പറയിക്കും. കൂട്ടിക്കൊണ്ടിരിക്കുന്ന സാധനം തന്ത്രി ഒരു കാര്യം ചെയ്യാം. വാ, വാ. തന്ത്രി ഇല്ലാണ്ട് ഞാനില്ല പുല്ലാങ്ങിത്തറയിലേക്ക്. ഞാനും ഇല്ല. വാ. അരിച്ചാണ്ട് അങ്ങോട്ടേക്ക് പരത്തിക്കൊണ്ട് ഇനി പോകുന്നില്ല. നീക്കോ
നീയായിരുന്നോ? നീ ഇവിടെ എന്താ കാഴ്ചയിടാ എന്റെ അഭ്യാസമൊക്കെ മതി പോയിക്കോ. സ്വാമിയെ കാണുമ്പോഴേക്ക് ഇതാ നമ്മുടെ തന്ത്രിയുടെ കഥ കഴിഞ്ഞു. തന്ത്രി തന്ത്രി സ്വാമി സ്വാമിയേ സ്വാമിയുടെ മുഖത്തിന്റെ മക്കളി കാണാൻ മുച്ചനാഗ്രഹമുണ്ട്. എടോ മുച്ചൻ കോര, ആരോടാ നിന്റെ ഈ മക്കിടി? സ്വാമിയേ, മുഖം കാട്ട് സ്വാമിയേ. എടോ നാരദ, സ്വാമിയോട് അങ്ങനെ ഉരിയാടാതെ. എങ്ങനെ ഞാൻ കാണിച്ചു തരാം. ഹേ സ്വാമികളെ, അങ്ങയുടെ മുഖം കാട്ടപ്പ. മുക്കണ്ണ, മുഖം കാട്ടണ്ണ. നിന്റെ നാവ് നീട്ടല്ലേ? എല്ലാം ഈന്റെ മക്കളി തിരിയുന്നില്ലല്ലോപ്പാ. അല്ല, ഒരു കൈയും കൂടി ഞാൻ. ഓ, നാവ് നീട്ടല്ല. സ്വാമിജി, തിരുമുഖം കാട്ടുജി. എനക്കൊരു കൈ നോക്കണം. സ്വാമിയുടെ മുഖം കാണാൻ പ്രാർത്ഥന ചൊല്ലണം. നമുക്ക് പ്രാർത്ഥന ചൊല്ലി നോക്കാം. ഈ പണ്ടാരത്തിനെ കുറിച്ച് നേരെ
എല്ലാരും ശരിക്കൊന്ന് ചൊല്ലാട്ട സ്വാമിനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഓം ഗുരു ഓംകാര 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 ഒരിക്കൽ കൂടെ ഉഷാറിൽ ചൊല്ലുക സച്ചിദാനന്ദ ഗുരു സച്ചിദാനന്ദ സച്ചിദാനന്ദ ഗുരു സച്ചിദാനന്ദ ഓം ഗുരു ജയ ഗുരു സച്ചിദാനന്ദ ഓം ഗുരു ജയ ഗുരു സച്ചിദാനന്ദ ഓം ഗുരു ജയ എനക്കൊരു സംശയം ഇത് യഥാർത്ഥ സ്വാമി തന്നെയാണോ? കോലസ്വരൂപൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന അവതാരം തറയും കാവും കണ്ട എനക്കളിപ്പോ എന്നെ അല്ല ഈ പുല്ലാഞ്ഞി തരവരെ വന്നിട്ട് ഈ സ്വാമിന്റെ വീട് കാണാണ്ട് പോകുന്നത് ശരിയാ? സ്വാമിന്റെ മൂട് കാണാൻ ഒരു വഴിയില്ല. ഏത് സ്വാമി ഏത് സന്യാസിയും വീഴുന്നൊരു വഴിയുണ്ട്. എന്ത് വഴി? സ്ത്രീ. ആ എടാ മുച്ച വാ. മുച്ചയാ എല്ലാരും പാടാ. കണ്ടവാ വെള്ളം ചേർക്കാതെടുത്തൊരമൃതിനു സമമാം നല്ലിളം കള്ള് ചില്ലിൻ ഗ്ലാസിൽ പകർന്നങ്ങനെ രുചികരമാം മത്സ്യമാം സാതി കൂട്ടി രുചികരമാം മത്സ്യമാം സാതി കൂട്ടി ചെല്ലും വണ്ണം ചെലുത്തി ചെല്ലും വണ്ണം ചെലുത്തി മേളിപ്പതേക്കാൾ ഇല്ലൊരു സുഖം സ്വർലോകത്തും ഇല്ലൊരു സുഖം സ്വർലോകത്തും പോകവേ ദാന്തവേ നീ പോകവേ ദാന്തവേ നീ. ഇവൻ മാത്രമേ കള്ളുടിക്കൂ. സ്വാമിന്റെ മുഖം കാണാതെ ഞാൻ പോവില്ല. നോക്ക്, അത് നായ്ക്കുറല്ലേ? ഏത് സ്വാമി ഓന്റെ സമാധിയിൽ വന്നേക്കും. അല്ല അയാരെ പോയി പറിക്കോന്ന് ആ ഏഷ്യക്കാരൻ നാരദ ആ ഉണങ്ങിയത് നോക്കിയിട്ട് ഇങ്ങോട്ട് പറിച്ചോ. നോക്കണേ, കൈക്കൊന്നും ആവരുത്. പുല്ലാനിണ്ടോ നോക്കണം കേട്ടാ.
വലിക്ക്. നാരദാ, ആ ആ ആ അതിന്റെ മുകളിലത്തെ ആ ആ അതന്നെ. ആ ഓ ഉണങ്ങിയ ചപ്പിന്റെ അടക്കില് പറിക്കണ പൊട്ട. ഇന്നോടല്ല എന്തായാലും പോടാ. ആ ആ ആ അങ്ങനെ പോരട്ടെ. സ്വാമി സ്വാമിന്റെ എല്ലാം വരം വാങ്ങേണ്ടവരൊക്കെ വന്നോളെ. സ്വാമി, സ്വാമിയേ, ഞാൻ മുച്ചൻ കോരൻ. വാരകളിയിൽ ഞാൻ തന്നെ ജയിക്കാൻ എനിക്കൊരു വരം തരണം. ആ, 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 കേട്ടോ? ആ. സ്വാമിയേ ശരണം. പേടിയങ്ങട് പോടാ പോടാ. ആ വേഗം നോക്കേ ചൊറിച്ചോനെ മാറുന്ന ഇടക്ക് എല്ലാം വായിക്കണേ. സ്വാമിയേ, ഞാൻ വർത്താനം പറയുമ്പെല്ലാം ഇങ്ങനെ നാവ് നീട്ടിപ്പോന്നു. അതുകൊണ്ട് നാട്ടുകാരെല്ലാം തേടിയാകണു എന്നാ വിളിക്കുന്നത്. അതൊന്ന് നിർത്തിക്കിട്ടാനുള്ള ഒറ്റമൂലി തരണം സ്വാമി. മുക്കണ്ണ ശരണം. സ്വാമിയേ, ഞാൻ മാതോടെ കള്ളച്ചാരായം മാറ്റാന്ന് പണി. പോലീസിന്റെ വല്ലാതെ പിടുത്തം. പോലീസിന്റെ പിടിയിൽ നിന്ന് രക്ഷിക്കാൻ ഒരൊറ്റ മൂലി. ശംഭോ മഹാദേവാ. സ്വാമിയേ, ഞാൻ കോമരൻ കണ്ണൻ. ഈ പുല്ലാജിത്തറയില് ഒരു കാവ് വേണം, അവിടെ ഒരു കോമരവും വേണം. അത് ഞാൻ തന്നെ ആവണം. വൈകുണ്ഠനാഥ, സ്വാമിയേ, ഞാൻ നാരദെന്നാണ്. ഇന്നാട്ടിലെ മാനവർക്കെല്ലാം കുറ്റുണ്ടാവണം. അതെല്ലാം ഞാൻ അറിയുമ്പോൾ എനക്കാണെങ്കിൽ ഒരു കുറ്റുണ്ടാവാൻ ഒരു വരം തരണം സ്വാമിയേ. സുഗുണനാഥാ, സ്വാമിയോടല്ലോ എല്ലാ
എല്ലാവർക്കും വരം കൊടുത്തു. എനിക്കൊരു വരം തരുമോ സ്വാമി? പെമ്പിള്ളേർക്കൊന്നും പുരുവൻ വരാൻ പാടില്ല. തെങ്ങിന് കൊല പൊട്ടത് മന്ത്രത്തിലും തന്ത്രത്തിലും എല്ലാവർക്കും വിശ്വാസം വരണം. മാരണത്തിനും വശീകരണത്തിനും നല്ല ഡിമാൻഡ് ഉണ്ടാവണം. കള്ളിന് നല്ല കുത്തനെ താഴം തിരിഞ്ഞ ഈ തന്ത്രിന്റെ തന്ത്രം എനിക്കൊരു പൂർണ്ണനാഥ ശരണം. പൂർണ്ണനാഥ തമ്പിയുടെ പാദം കുമ്പിടുന്നേ, പാദം കുമ്പിടുന്നേ, പാദം കുമ്പിടുന്നേ, തമ്പിയുടെ പാദം കുമ്പിടുന്നേ, പാദം കുമ്പിടുന്നേ, പാദം കുമ്പിടുന്നേ, തമ്പിയുടെ പാദം കുമ്പിടുന്നേ, പാദം കുമ്പിടുന്നേ, പാദം കുമ്പിടുന്നേ, തമ്പിയുടെ പാദം കുമ്പിടുന്നേ. ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് പുല്ലാഞ്ഞിത്തറയിലെ സ്വാമിജിയുടെ അനുഗ്രഹം വാങ്ങാനും ആ തേജപുഞ്ചത്തിന്റെ മംഗളകാര്യം അന്വേഷിക്കുവാനും നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമാൻ കംസൻ ഗൈക്കോർ പരിവാര സമേതം ഇവിടെ എത്തിയിരിക്കുന്നു. ഒരു പ്രത്യേക അറിയിപ്പ്. പ്രസിഡന്റിന് അനുഗ്രഹം വാങ്ങേണ്ടതിനാൽ അത് തീരുന്നത് വരെ ദയവായി ഭക്തന്മാർ അല്പസമയം മാറി നിൽക്കണമെന്ന് വിനീയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. കരുണാമയനെ, എനിക്കൊരു വരം തരണം. മരണം വരെ ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഞാനായിരിക്കണം. അത് കഴിഞ്ഞാൽ എൻ്റെ മകൻ, പിന്നെ മകന്റെ മകൻ, അങ്ങനെ 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 അങ്ങനെ. അതാരും തിരുത്താൻ പാടില്ല സ്വാമി. അങ്ങനെ അനുഗ്രഹ കർമ്മം തീർന്നിരിക്കുന്നു. അടുത്തതായി ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതാണ്. സർവമംഗളേശ്വരനായ തേജപുഞ്ചത്തിന് ആദ്യ പ്രണാമം. ഭക്തജനങ്ങളെ, ഈ സന്യാസി വര്യന്റെ പാദസ്പർശനത്താൽ പുല്ലാഞ്ഞിത്തറ ധന്യമായിരിക്കുകയാണ്. നമ്മുടെ നാടിനെ രക്ഷിക്കാനെത്തിയ പുണ്യാത്മാവാണ് നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഈ ഇദ്ദേഹം. ത്രികാലജ്ഞൻ, വേദോപനിഷത്തുകളിലും പുരാണങ്ങളിലും അഗ്രേസരൻ. ഈ സന്യാസി വര്യരെ കാണാനും ആദരിക്കാനും കൈവന്ന ഭാഗ്യം പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിലും എൻ്റെ സ്വന്തം നിലയിലും ചാരിതാർത്ഥ്യമായൊരു കർമ്മമായി ഞാൻ കരുതുകയാണ്. ഈ അവസരത്തിൽ നിങ്ങളോട് ഒരു സന്തോഷ വാർത്ത പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ പുല്ലാഞ്ഞിത്തറയിൽ അടുത്ത് തന്നെ വലിയൊരു ക്ഷേത്രം പഞ്ചായത്ത് ചെലവിൽ നിർമ്മിക്കുന്നതാണെന്ന് ഞാൻ ഉച്ചൈസ്തരം പ്രഖ്യാപിക്കുകയാണ്.
തന്നെ എന്റെ മരുമകൻ. എന്റെ മുത്തപ്പ, എവിടെയൊക്കെ അന്വേഷിച്ചെന്നോ ഇവനെ? എടാ കുരുത്തം കെട്ടവനെ, നിനക്ക് വന്നിരിക്കാൻ കെട്ടുന്ന സ്ഥലം എന്നെ തല്ലല്ലേ, ഞാനിനി അടങ്ങിയിരുന്നോളാമേ. എന്നെ ഇനി ചങ്ങലക്കിടാനും പാടില്ല. ഞാനിനി അമ്മാവനോട് പറഞ്ഞിട്ടേ ഒളിച്ചോടും. എന്താ സാധിക്കും മനസ്സിലാവുന്നില്ല. ഒരാഴ്ച മുമ്പ് ഭ്രാന്താശുപത്രിക്ക് ചാടിപ്പോയതാ ഇവൻ. എവിടെയൊക്കെ അന്വേഷിച്ചെന്നോ? എന്റെ ഗുരുവായൂരപ്പ, ഇവന് ഭ്രാന്ത് സംബന്ധിച്ചു. നിങ്ങൾക്കോ? പ്രിയമുള്ളവരെ, മതങ്ങളും വിശ്വാസ പ്രമാണങ്ങളുമെല്ലാം മനുഷ്യ നന്മയ്ക്കും മനുഷ്യരെ നേർവഴിയിലേക്ക് നയിക്കാനുള്ളതുമാണ്. അല്ലാതെ ഏതെങ്കിലും കപട വേഷധാരികൾക്ക് സ്വാർത്ഥ ലാഭത്തിനായുള്ളതല്ല. വിശ്വാസങ്ങളിലെ ചൂഷണം ചെയ്യുന്ന കപട വേഷധാരികളെ തിരിച്ചറിയുക. കൊസറ കൊള്ളി ഇവിടെ പൂർണ്ണമാകുന്നു.